എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ നമ്മുടെ തിരുവനന്തപുരം കണ്ണാശുപത്രിയിലുള്ള ചില ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഉള്ള വിവരം അറിയിക്കാൻ വേണ്ടിയാണ്. ഈ സാധാരണ അവിടെ രാവിലെ ആൾക്കാരിങ്ങനെ ഒത്തിരി പല ഭാഗത്തു നിന്നും അവിടെ വരാറുണ്ട്. സെക്യൂരിറ്റി അവർക്കെല്ലാം ടോക്കൺ കൊടുക്കാറുണ്ട്. ഏതാണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 300 ടോക്കൺ വരയ്ക്കും കൊടുക്കുന്നു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. പക്ഷേ ഇതിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ ഒരു രോഗിയോടൊപ്പം ഒരു ബൈസ്റ്റാൻഡറായിട്ട് അവരെ സഹായിക്കാൻ ഒരാൾ വരും. അപ്പോൾ ഒരു 300-200 ടോക്കൺ കൊടുത്താൽ അത് ഒന്നിച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതിൻ്റെ തിരക്കുകൾ ഏറ്റവും കൂടി വരികയാണ്. അതുകൊണ്ട് സെക്യൂരിറ്റിക്ക് വളരെ അനായാസം ഇത് ചെയ്യാന്നുള്ളൊരു കാര്യം. ടോക്കൺ എല്ലാവർക്കും കൊടുത്തുള്ളൂ. പക്ഷേ ഈ ആൾക്കാർ മെയിൻ എൻട്രൻസിൽ ആ ഡോക്ടറിൻ്റെ അടുക്കൽ എത്തിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിയും ഈ ടോക്കൺ കൊടുക്കുന്ന സെക്യൂരിറ്റിയും പരസ്പരം ഒന്ന് കോർഡിനേറ്റ് ചെയ്യേണ്ടത്. ഒരു 50 ടോക്കൺ ഉള്ള ആൾക്കാരെ ആദ്യം അകത്ത് പ്രവേശിപ്പിക്കുക. കാരണം ഈ 50 ടോക്കൺ എന്ന് പറഞ്ഞാൽ അവിടെ വീണ്ടും ഒറ്റ 50 ആൾക്കാർ വിടുമ്പോൾ അവിടെ 100 പേര് വരാണ്. ഇതിലൊരു 100 ടോക്കണിൻ്റെ ആൾക്കാർ അവിടെ ആകുമ്പോൾ 200 പേരുണ്ട്. അപ്പോൾ ഇവിടെ അവർക്കുള്ള സൗകര്യം, അവർക്ക് ഇരിക്കാനുള്ള ചെയറൊന്നുമില്ല. ചില ആൾക്കാർ രാവിലെ വന്നാൽ വൈകുന്നേരം 1 മണി, ഉച്ചയ്ക്ക് ശേഷം 1 മണി 2 മണി വരെ ക്യൂ നിൽക്കുന്നതാണ്. ഇവർക്ക് ആഹാരം കഴിക്കാനുള്ള സമയം കിട്ടിയില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സൗകര്യം കിട്ടില്ല, ഒരു വെള്ളം കുടിക്കാൻ സൗകര്യം കാട്ടില്ല, ഒരു ചായ കുടിക്കാം. കാരണം ഇപ്പോൾ വിളിക്കും എന്നുള്ളൊരു ഇതിൽ ആകാംക്ഷയിൽ അവർ കാത്തിരിക്കുന്നു. അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 50 പേര് 75 പേര് വെച്ച് വിട്ട് അവരുടെ ഇത് കഴിഞ്ഞ് അടുത്ത ബാച്ചിന് വിട്ടാൽ കാത്തിരിക്കുന്നവർക്ക് കുറച്ച് സമയം കിട്ടും. അനായാസം അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നേടാൻ, അവർക്ക് വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ ഒക്കെ ഫ്രീ ടൈം കിട്ടും. അതുപോലെ അവിടെ പോയി മുകളിൽ ഇപ്പോൾ ഇത്ര തിക്കും തിരക്കും ഉണ്ടാക്കാൻ പാടില്ല. അവിടെ അത്യാവശ്യത്തിന് ഉള്ള സ്പേസിന് അനുസരണമായ രീതിയിൽ ചെയറൊക്കെ ഇട്ടുണ്ട്. പക്ഷേ എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി പുതിയ ബിൽഡിംഗ്, ഇപ്പോഴും വിശാലമായ ബിൽഡിങ്ങൊന്നും ഇപ്പോൾ കിട്ടാനില്ല. പക്ഷേ ഉള്ള അടിസ്ഥാന സൗകര്യങ്ങളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം അത് നിയന്ത്രിക്കേണ്ടത് സെക്യൂരിറ്റിയാണ്. അതിനു വേണ്ടി ഇനിയിപ്പോൾ വലിയ കംപ്ലൈൻറ്റും കാര്യങ്ങളും മന്ത്രിയുടെ ഇതൊക്കെ ഒന്നും കൊടുക്കേണ്ട കാര്യം. മനുഷ്യന് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ നമ്മൾ തന്നെ സ്വയം തീരുമാനിച്ചാൽ സാധിക്കും. ഇനി മറ്റൊരു കാര്യമുള്ളത് പ്രധാനം, ഈ ടോക്കൺ വിളിക്കുമ്പോൾ പലരും ഇപ്പോഴത്തെ ഒരു സംവിധാനം പേര് മാത്രം വിളിക്കും, ടോക്കൺ നമ്പർ പറയില്ല. അത് മറ്റൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. കാരണം ഈ ടോക്കൺ വിളിക്കാതിരുന്നാൽ ഇവർക്ക് ഏതെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിൻ്റെ പരിചയക്കാരോ ആരെങ്കിലും വന്ന് അവരങ്ങോട്ട് പറഞ്ഞേക്കാം ഇവിടെ ടോക്കൺ എടുത്ത് നിൽക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇത് ഉണ്ടാക്കാൻ പാടില്ല. ടോക്കൺ നമ്പർ തന്നെ വിളിച്ച് പറയുമ്പോൾ അടുത്ത ആൾക്കാർക്ക് അവരുടെ ടൈം വരുന്നു എന്നറിയാൻ പറ്റും. അപ്പോൾ സെക്യൂരിറ്റിക്ക് ഇതിൽ ഒരുപാട് വഴികൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സെക്യൂരിറ്റി വിചാരിച്ച ക്രൗഡിന് അനായാസം നിയന്ത്രിക്കാൻ പറ്റും. അത് വളരെ അത്യാവശ്യമാണ്. കാരണം പലരും വളരെ വയസ്സായവർ വരെ ഇരിക്കാൻ ഒരു സീറ്റ് കിട്ടാതെ ഒരേ നിൽക്കും. അത് വളരെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഹാനികരമാണ്. അവിടെ സീനിയർ സിറ്റിസണെന്ന് നോർമൽ സിറ്റിസൺ അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും ഒരേ ടോക്കൺ ഒന്നും തന്നെയാണ് കൊടുക്കുന്നത്. അത് ഇറ്റ്സ് ഓക്കെ. ബട്ട് സെക്യൂരിറ്റി ഒന്ന് ശ്രദ്ധിച്ചാൽ ആ തിരക്കിന് ഒന്ന് ഒഴിവാക്കാം. കാരണം നിങ്ങൾ 200 ടോക്കണോ 300 ടോക്കൺ കൊടുക്കുമ്പോൾ 600 ആൾക്കാരുടെ 600 അല്ലെങ്കിൽ ഒരു 500 പേരെങ്കിലും ഇവരെ എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക? ഒരിക്കലും അവർക്കുള്ള ഇത്ര ആൾക്കാരുടെ ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം കാണത്തില്ല. അതിന് ഗവൺമെൻറ്റിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല, മറ്റാരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഇത് ടോട്ടൽ കൺട്രോൾ ചെയ്യേണ്ടത് സെക്യൂരിറ്റിയാണ്. ഇനി ഇങ്ങനെയുള്ള തിക്കും തിരക്കും ഉണ്ടാകാതിരിക്കാൻ ഈ സെക്യൂരിറ്റി വിചാരിച്ചാൽ നടക്കും. അതിനുവേണ്ടി വല്ല ചാനലുകാർ വരികയാണോ മറ്റാൾക്കാർ വരികയാണോ വന്ന് അതിനൊരു ഇതായിട്ട് കാണിക്കണ്ട. ആൾറെഡി എല്ലാവർക്കും ആവശ്യത്തിൻ്റെ തലവേദനയുണ്ട്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ ഇതൊരു വലിയൊരു തലവേദനയായിട്ട് മാറിയില്ല. ഒപ്പം ഈ ഡോക്ടേഴ്സിന് ഉള്ളൊരു വലിയൊരു പ്രധാന ബുദ്ധിമുട്ട്, ഡോക്ടേഴ്സും വരുമ്പോൾ പല ടെസ്റ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാരെ പറഞ്ഞേക്കാം. അപ്പോൾ അവരുടെ ടെസ്റ്റ് റിപ്പോർട്ടിൽ അവർ വീണ്ടും ഡോക്ടറിനെ സമീപിക്കും. അപ്പോൾ ഇതിന് കാലതാമസം വരാനുള്ള ഒരു രോഗിക്ക് പെട്ടെന്ന് കടന്നെത്താനുള്ള സാഹചര്യം ഉണ്ടാക്കില്ല. ഒരു രോഗിയെ അവരുടെ ടെസ്റ്റ് റിപ്പോർട്ടെല്ലാം തിരിച്ചു അവർ ഡോക്ടർ അഡ്വൈസ് ചെയ്ത് 2ാമത് ഡോക്ടറിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അവിടെ സമയം പോവുകയാണ്. ഇതെല്ലാം സെക്യൂരിറ്റി മുന്നിൽ കാണേണ്ടതാണ്. വരുന്നവരോ
വരുന്നവരോട് അവിടെ കണ്ണാശുപത്രി അവിടെ അടിയിൽ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ അത്യാവശ്യം ഇരിക്കാനുള്ള ചെയറൊക്കെ അവർ ഇട്ടിട്ടുണ്ട്, അവിടെ ഇരിക്കാം. അല്ലെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് ആ പഴയ സ്ഥാനത്ത് തന്നെ പല ഭാഗത്ത് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവർക്ക് സമയം കൊടുത്താൽ ആ സമയത്ത് അവരവിടെ എത്തിക്കോളും. ഇതാണ് സെക്യൂരിറ്റി ചെയ്യേണ്ടത്. ദയവ് ചെയ്ത് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഒരിക്കലും ഇതിനൊരു സെക്യൂരിറ്റി ഒരു ഉദാസീനത വിചാരിക്കരുത്. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളിൽ കൂടി കുറച്ച് ആൾക്കാരെങ്കിലും സമാധാനമായിട്ട് ഓരോരുത്തർക്ക് നിന്ന് റെസ്റ്റ് എടുക്കാൻ സമയത്തിന് ഡോക്ടറിനെ കാണാൻ പറ്റും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റിക്വസ്റ്റാണ്. പല ആൾക്കാരും ഈ ബുദ്ധിമുട്ട് പങ്കുവയ്ക്കുന്നുണ്ട്, വന്ന് മണിക്കൂറോളം കാത്തിരിക്കുന്നു. വളരെ ശോചനീയമാണ്. ഞാൻ ഇടയ്ക്ക് അവിടെ എനിക്കൊന്നൊരു വിസിറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങളാണ് ഈ വീഡിയോ രൂപേണ നിങ്ങളിൽ എത്തിക്കുന്നത്. ഞാൻ 2-3 തവണ എൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. സോ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ദയവായി ഇതിന് വേണ്ട ഒന്ന് ആക്ഷൻ എടുക്കാൻ വേണ്ടി ശ്രമിച്ചാലും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഈ അഭിപ്രായത്തോട് ഇഷ്ടപ്പെട്ടാൽ ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഞാൻ GK തുമ്പക്കാരൻ. കാണും വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ.